27 വർഷത്തിനു ശേഷം ഡൽഹി ഭരണം തിരിച്ചുപിടിച്ചു ബി.ജെ.പി. അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ളവരെ പരാജയപ്പെടുത്തിയാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ഭരണത്തിന് ബി.ജെ.പി. അന്ത്യം കുറിച്ചത്. മുഖ്യമന്ത്രി അതിഷിയുടെ വിജയത്തിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് നേരിയ ആശ്വാസം. മൂന്നാം വട്ടവും സീറ്റൊന്നുമില്ലാതെ ദയനീയ പ്രകടനമാണ് കോൺഗ്രസിന്റേത്. ഡൽഹിയിൽ ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന ബി.ജെ.പിയുടെ സ്വപ്നം ഡൽഹി ജനത നെഞ്ചിലേറ്റി. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് 48 സീറ്റിലാണ് ബി.ജെ.പിയുടെ മുന്നേറ്റം. 22 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയും മുന്നിലാണ്. ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ബൽറാം നെടുങ്ങാടിയും വിനീത വിജയും ആർ അച്യുതനുമാണ്. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ ഒരു 1/4 നൂറ്റാണ്ടിന് ശേഷം ലഭിച്ച ത്രസിപ്പിക്കുന്ന വിജയത്തിൽ വലിയ ആഘോഷത്തിലാണ് ബി.ജെ.പി. നേതാക്കൾ എന്ന് മനസ്സിലാക്കുന്നു. ഇനി ആരാണ് മുഖ്യമന്ത്രി എന്ന ഒരു ചോദ്യത്തിലേക്കാണല്ലോ പോകുന്നത്. എന്താണ് ഡൽഹിയിലെ ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ ഒരു ആഘോഷം? ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രി ആരെന്ന ചർച്ചകളിലേക്കൊക്കെ എപ്പോൾ പോകും? ക്രിസ്റ്റീൻ സൂചിപ്പിച്ച പോലെ തന്നെ ഡൽഹിയിൽ ഒരു ത്രസിപ്പിക്കുന്ന വിജയം തന്നെയാണ് 27 വർഷങ്ങൾക്ക് ശേഷം ബി.ജെ.പി. ഇത്തവണ സ്വന്തമാക്കിയിരിക്കുന്നത്. 2 വർഷത്തിലേറെ നീണ്ട പ്രചരണത്തിന്റെ ഒരു അവസാനത്തിലാണ് ഇത്തരത്തിലൊരു വലിയ വിജയം നേടാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞത്. എക്സിറ്റ് പോൾ സർവേകളെ പൂർണ്ണമായും ശരിവെക്കുന്നതാണ് ഈ ബി.ജെ.പിയുടെ ഇന്നത്തെ പ്രകടനം വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇനി മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചകളാണ്. ജനങ്ങൾ മുഴുവൻ ആ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെയാണ് ബി.ജെ.പി. മറ്റ് സംസ്ഥാനങ്ങളിൽ പോലെ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഡൽഹിയിൽ കഴിഞ്ഞ 2013-ലും 15-ലും 20-ലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ കൃത്യമായ ആദ്യ 2 തിരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു. ഹർഷവർദ്ധനും പിന്നീട് ബി.ജെ.പി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ചെങ്കിലും അത് ഗുണം ചെയ്തിരുന്നില്ല. ഒപ്പം തന്നെ 2015-ൽ കിരൺ ബേദിയെ ഉയർത്തിക്കാണിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഇത്തവണ എന്തായാലും അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ചകൾ സജീവമാണ്. പാർട്ടി നേതാക്കളോട് ചോദിക്കുമ്പോൾ മുതിർന്ന നേതാവിനെയായിരിക്കും, ഏറ്റവും മുതിർന്ന നേതാവിനെയായിരിക്കും മുഖ്യമന്ത്രിയാക്കുക എന്നാണ് മറുപടി നൽകുന്നത്. ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന പേരുകളിലൊന്ന് ന്യൂഡൽഹി മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അട്ടിമറിച്ച യുവ നേതാവ് പർവേഷ് വർമ്മയുടെ പേര് തന്നെയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പ്രചാരണത്തിനിടെ തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി പ്രവർത്തകർ ഉയർത്തിക്കാണിച്ചിരുന്നു. കൂടാതെ ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ അദ്ദേഹത്തിനാണ് ബി.ജെ.പി. നേതാക്കളിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലഭിച്ചത്. 13% പേരാണ് അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത്. യുവ നേതാവ് എന്നുള്ളത് അദ്ദേഹത്തിന് ഗുണം ചെയ്യും. ഒപ്പം തന്നെ ഏറ്റവും മുതിർന്ന നേതാവിനെയാണ് ഒപ്പം പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് പരിഗണിക്കുന്നത് എങ്കിൽ ദുഷ്യന്ത് ഗൗതം ആണ് അത്തരത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേര് എന്നുള്ളത്. ദേശീയ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട് അദ്ദേഹത്തിന്. എസ്.സി. വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവാണ് ദുഷ്യന്ത് ഗൗതം. ഈ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടി ഓഫീസിന് മുന്നിൽ നിന്ന് ആർ അച്യുതൻ കൂടി ചേരുകയാണ്. നമുക്ക് അച്യുതനോട് അവിടുത്തെ ഒരു രംഗം എന്താണെന്ന് ചോദിച്ചറിയാം. അച്യുതൻ, എന്തായാലും ഡൽഹിയിൽ ചൂലൊടിഞ്ഞിരിക്കുകയാണ്. ഇനി എന്ത് എന്ന ചോദ്യത്തിനു മുമ്പ് എവിടെയാണ് ആം ആദ്മി പാർട്ടിക്ക് പിഴവ് പറ്റിയത്? വലിയ വാഗ്ദാനങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ പണം കണ്ട് ആം ആദ്മി മതിമറന്നു എന്നൊരു വിമർശനവും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. എവിടെയാണ് ആം ആദ്മിക്ക് പിഴച്ചത്? ക്രിസ്ത്യൻ അവരുടെ ടാഗ് ലൈന് തന്നെയാണ് അടികിട്ടിയിരിക്കുന്നത്. കാരണം ഈ അഴിമതിക്കെതിരെ പോരാടിയ പാർട്ടി, അതിനുശേഷം ഒരു പാർട്ടി രൂപീകരിക്കുന്നു. ഒടുവിൽ ആ പാർട്ടി തന്നെ നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിടേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മദ്യനയ അഴിമതി കേസായിരുന്നു. അതിൻ്റെ തുടക്കത്തിൽ മനീഷ് സിസോദിയ ജയിലിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം സഞ്ജയ് സിംഗ്, ഒടുവിൽ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. കള്ളപ്പണ
കേസിൽ സത്യേന്ദ്ര ജെയിനും ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പൊതുവെ ആ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെല്ലാം ഈ അഴിമതി ആരോപണങ്ങളിൽ മേൽ ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അതിനുശേഷം പുറത്തിറങ്ങി അതിനെ EDയെയും CBIയെയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ വേട്ടയാണെന്ന രീതിയിൽ പ്രചരിപ്പിച്ചെങ്കിലും ആ ഒരു പ്രചാരണം അത് ജനങ്ങൾക്കിടയിൽ അത് ഏറ്റില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചു. കാരണം ഈ സൗജന്യ വാഗ്ദാനങ്ങൾ സൗജന്യമായി നൽകിയ വൈദ്യുതി, ജലം, അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് യാത്രാ സൗകര്യം, ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ നൽകിയ സൗജന്യ യാത്രാ സൗകര്യം ഉൾപ്പെടെയുള്ളത് ഒപ്പം നിൽക്കുമെന്ന ഒരു പ്രതീക്ഷ ആം ആദ്മി വച്ച് പുലർത്തിയെങ്കിലും ആ പ്രതീക്ഷയ്ക്കും ഇപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുകയാണ്. പൊതുവെ എല്ലാ ജനങ്ങളും, ഡൽഹിയിലെ ജനതയുടെ ആ ഒരു ആഭിമുഖ്യം അത് ഈ ആം ആദ്മി പാർട്ടിക്കെതിരായ രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ശീഷ് മഹൽ എന്ന് പറയുന്ന BJP പ്രചരിപ്പിച്ച, അതായത് ആം ആദ്മി പാർട്ടിയുടെ കൺവീനറും മുഖ്യമന്ത്രിയുമായിരുന്ന അരവിന്ദ് കെജ്രിവാൾ താമസിച്ചിരുന്ന വസതി മോടി പിടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വന്ന CAG റിപ്പോർട്ട്, ആ CAG റിപ്പോർട്ടിന്മേൽ ഡൽഹി ഹൈക്കോടതി തന്നെ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് നിയമസഭയിൽ CAG റിപ്പോർട്ട് അവതരിപ്പിക്കാത്തതിലടക്കം വിമർശനം നേരിടുന്ന സമയം ഈ തെരഞ്ഞെടുപ്പ് കാലയളവിലാണ് ഉണ്ടായതെന്നതും ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, ഈ യമുന നദിയിൽ വിഷം കലർത്തിയതുമായി ബന്ധപ്പെട്ട ആം ആദ്മി ആരോപണമായി രംഗത്ത് വരുന്നു. അത് വലിയ രീതിയിൽ ഒരു കോട്ടം ഈ ആം ആദ്മി പാർട്ടിക്ക് തന്നെ അത് തിരിച്ചടിയായിട്ടുണ്ട്. കാരണം അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും വസ്തുതകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിൽ വസ്തുതകൾ കൃത്യമായി നൽകാൻ ആം ആദ്മി പാർട്ടിക്കോ അരവിന്ദ് കെജ്രിവാളിനോ കഴിഞ്ഞിരുന്നില്ല. അതിൽ ഹരിയാനയിൽ കേജ്രിവാളിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യവുമുണ്ടായി. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ തരത്തിലും രാഷ്ട്രീയമായി ഒരു പ്രതിരോധത്തിലാകുന്ന അവസ്ഥയിലേക്ക് ആം ആദ്മി പാർട്ടിക്ക് പോകേണ്ടി വന്നു. അത് ഈ പറഞ്ഞതുപോലുള്ള ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയെ. മറ്റൊന്ന്, BJPയുടെ പ്രകടന പത്രികയെക്കാളും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ടത് ഈ കഴിഞ്ഞ ബജറ്റിലെ ആ പ്രഖ്യാപനം തന്നെയാണ്. നികുതി ഇളവ് ഏർപ്പെടുത്തി, അതായത് നികുതിയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ശരി അച്യുതൻ, നമുക്ക് വിനീത വിജിയിലേക്ക് കൂടെ പോകേണ്ടതായിട്ടുണ്ട്. വിനീത, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും ആ 27 വർഷത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന ആ ഒരു ത്രില്ലിംഗ് വിജയം, അതിന്റെ ആഘോഷത്തിമിർപ്പിലാണ് BJP എന്ന് മനസ്സിലാക്കുന്നു. ചൂലെടുത്ത് ഡൽഹിയിലെ അഴിമതി തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞ കേജ്രിവാൾ മറ്റൊരിക്കൽ ഇനിയൊരു ജന്മം കൂടി ലഭിച്ചാൽ മാത്രമേ BJPക്ക് തങ്ങളെ തോൽപ്പിക്കാനാകൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ജന്മം വേണ്ട എന്ന് തെളിയിച്ച് BJP തിരികെ വന്നിരിക്കുകയാണ്. ഈ കേന്ദ്ര ബജറ്റിന്റെ ഒരു അടക്കം ഒരു സ്വാധീനം ഡൽഹിയിലെ മധ്യവർഗ്ഗക്കാരെ സ്വാധീനിക്കാൻ BJPക്ക് കഴിഞ്ഞു. ഒപ്പം തന്നെ ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ കൂടുതൽ വികസനം കൊണ്ടുവരും. എന്ത് മാജിക്കൽ ഫോർമുലയാണ് BJPയുടെ ഈ വിജയത്തിന് പിന്നിൽ? തീർച്ചയായും ക്രിസ്റ്റീന, ആദ്യം തന്നെ BJPയുടെ ഒരു ആവേശത്തിലേക്ക് നമുക്ക് പോകാം, അവരുടെ ഒരു ആഘോഷത്തിലേക്ക് നമുക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് BJPയിലെ ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്തിന് മുൻപിലാണ്. ഏതാണ്ട് ഈ ആദ്യ റൗണ്ടൊക്കെ എണ്ണി തുടങ്ങിയപ്പോൾ മുതൽ ഏതാണ്ട് BJP ലീഡ് ചെയ്യുന്നു പല മണ്ഡലങ്ങളിൽ നിന്നും അറിഞ്ഞതിന് പിന്നാലെ തന്നെ നിരവധി പ്രവർത്തകരാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ വലിയ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അവർ പ്രധാനമന്ത്രിക്കടക്കം അഭിവാദ്യം അർപ്പിക്കുന്നുണ്ട്. ഇതാ മറുവശത്ത് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയാണ് പ്രവർത്തകർ. വലിയ ആവേശത്തിൽ തന്നെയാണ് ഈ BJPയുടെ പ്രവർത്തകർ ഇവിടെയുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള നേതാക്കളടക്കം BJPയുടെ ഈ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഈ BJP ആസ്ഥാനത്ത് വലിയ ഒരുക്കങ്ങൾ, ആവേശങ്ങൾ, ആഘോഷങ്ങളൊക്കെ മറുവശത്ത് നടക്കുന്നുണ്ട്. ഇനി ക്രിസ്റ്റീന സൂചിപ്പിച്ച ചോദ്യത്തിലേക്ക് വരികയാണ് എങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ, കൃത്യമായി കൊണ്ടുള്ള ഈ പ്രചരണ പരിപാടികൾ, ഒപ്പം തന്നെ ഒരൊറ്റ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് എല്ലാ ഇടങ്ങളിലേക്കും കൃത്യമായി പ്രചരണം നടത്താനും അഴിമതി, ഈ ആം ആദ്മി സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധാരണക്കാരിലേക്ക് അടക്കം എത്തുന്നതിനും അവരെ വിശ്വസിപ്പിച്ച് അവരെ കയ്യിലെടുക്കുന്നതിനും ഒക്കെയുള്ള ഒരു മാജിക് തന്നെയാണ് നമുക്ക് ആ പ്രചരണത്തിലുടനീളം കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ സൂചിപ്പിച്ചതുപോലെ ഈ ബഡ്ജറ്റിലെ നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡൽഹിയിലെ ഏറ്റവും കൂടുതൽ സാധാരണക്കാരെയും മധ്യവർഗ്ഗക്കാരെയും ഒക്കെ തന്നെ അത് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം പല മണ്ഡലങ്ങളിലും ഈ മധ്യവർഗ വോട്ടർമാർ അവർ നിർണായകമാകുന്ന പല മണ്ഡലങ്ങളും ഡൽഹിയിലുണ്ട്. ഒപ്പം തന്നെ ഈ അലയൻസ് ഇല്ലാതെ ആം ആദ്മിയും ഒപ്പം തന്നെ കോൺഗ്രസും ചില മണ്ഡലങ്ങളിലൊക്കെ മുഴുവൻ മണ്ഡലങ്ങളിലും അത്തരത്തിലേക്ക് അവർ മത്സരിച്ചിട്ടുണ്ട്. അത് ചില മണ്ഡലങ്ങളിലൊക്കെ BJPക്ക് അത് ഗുണം ചെയ്തു എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. ഒപ്പം ശരി, അങ്ങനെ 27 വർഷങ്ങൾക്ക് ശേഷം ഇന്ദ്രപ്രസ്ഥത്തിൽ BJP അധികാരത്തിലേക്ക് എത്തുകയാണ്. മധ്യവർഗത്തിനായി നൽകിയ ടാക്സ് ഇളവിന്റെ തേരിലേറിയാണ് BJP
തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തുന്നതെന്നാണ് പ്രധാന സൂചന. ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടി ഒരു അഴിമതി പാർട്ടിയാണെന്ന ഒരു ബോധ്യം ഡൽഹി ജനതയുടെ മനസ്സിലേക്ക് ഉണ്ടാക്കാനും BJP കഴിഞ്ഞു എന്ന വിലയിരുത്തലുമുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടി, വിനീത VG, R. അച്യുതൻ.